ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ചൊവ്വന്നൂരിലെ കൊലപാതകത്തിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രതി സണ്ണി സൈക്കോ കില്ലർ കൊലപാതകത്തിനു ശേഷം മൃതദേഹത്തോടൊപ്പം കിടന്നുറങ്ങി. ചാലക്കുടി പനമ്പിള്ളി ചൌക്കയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനിയിലേക്ക് വീണ യുവാവ് മരിച്ചു. കുറ്റിക്കാട് സ്വദേശി സച്ചിനാണ് മരിച്ചത്. വരാക്കര കാളക്കല്ലിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. മിണാലൂരിൽ യുവാവിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. നിലമ്പൂർ സ്വദേശിയായ മനോജിനെ ആക്രമിച്ച കേസിലാണ് നടപടി. മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതിയെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ മേഖലയിൽ കാട്ടുപന്നി ശല്യമേറുന്നു. ജനവാസ മേഖലയിൽ കാട്ടുപന്നികൾ ഇറങ്ങുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിൽ. വാർത്തകളിലേക്ക് വിശദമായി. ചൊവ്വന്നൂരിലെ കൊലപാതകം, പ്രതി സൈക്കോ കില്ലർ കൊലപാതകത്തിനു ശേഷം മൃതദേഹത്തോടൊപ്പം കിടന്നുറങ്ങി. പ്രതിയുമായി പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. അതേസമയം കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചൊവ്വന്നൂരിലെ കൊലപാതകത്തിൽ പ്രതിയായ സണ്ണി സൈക്കോ കില്ലറെന്ന് പോലീസ്. ശനിയാഴ്ച രാത്രിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ മൃതദേഹത്തോടൊപ്പം കിടന്നുറങ്ങി. സുവർഗാനുരാഗിയായ പ്രതി ശനിയാഴ്ച ബീവറേജിൽ വെച്ചാണ് മരിച്ച യുവാവിനെ പരിചയപ്പെട്ടത്. തുടർന്ന് ഇരുവരും ക്വാർട്ടേഴ്സിലെത്തിയ ശേഷം സണ്ണി 500 രൂപ നൽകിയതായി പറയുന്നു. പിന്നീട് പണത്തിനായി സണ്ണിയുടെ പോക്കറ്റിൽ കൈയിട്ടതോടെ സണ്ണി പ്രകോപിതനായി കത്തികൊണ്ട് യുവാവിനെ കുത്തുകയും ഇരുമ്പിന്റെ ചട്ടി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. യുവാവ് മരിച്ചു എന്നുറപ്പാക്കിയതോടെ യുവാവിനോടൊപ്പം അന്നത്തെ രാത്രി കിടന്നുറങ്ങി. പിന്നീട് സ്റ്റൗവിൽ ഉപയോഗിക്കാൻ സൂക്ഷിച്ചുവെച്ച ഡീസൽ എടുത്ത് യുവാവിന്റെ ശരീരത്തിൽ ഒഴിച്ച് കത്തിക്കുകയും റൂം പൂട്ടി വടക്കാഞ്ചേരിയിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. ഇവിടെ നിന്നും തൃശൂരിലെത്തിയ പ്രതി തൃശൂർ കുന്നംകുളം ബസ്സിൽ കയറിയിരിക്കുന്നതിനിടെയാണ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പിടിയിലാവുന്നത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാക്കി. പ്രതിക്ക് 19 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മയുടെ അമ്മയെ മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും 2005 ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് സണ്ണി. ആദ്യത്തെ കേസിൽ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് വെറുതെ വിട്ടെങ്കിലും രണ്ടാമത്തെ കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. തുടർന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് കൊലപാതകവും നടത്തിയത്. TCV ന്യൂസ്, കുന്നംകുളം. ചാലക്കുടി പനമ്പിള്ളി ചൌക്കയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനിയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. കുറ്റിക്കാട് തെക്കൻ വീട്ടിൽ വിൽസന്റെ മകൻ 26 വയസ്സുള്ള സച്ചിനാണ് മരിച്ചത്. പോട്ട ചെറുപുഷ്പം പള്ളിയിലെ തിരുനാളിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എലഞ്ഞിപ്ര സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ചാലക്കുടി പോലീസ് സച്ചിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വരാക്കര കാളക്കല്ലിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. പുളിഞ്ചോട് കണ്ണമ്പുള്ളി വിനോദിന്റെ മകൻ 23 വയസ്സുള്ള നവീനാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് കാളക്കല്ലിൽ നവീൻ ഓടിച്ചിരുന്ന ബൈക്ക് കാറിന്റെ പുറകിലിടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ നവീനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. യുവാവിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച 2 പേരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മുളങ്ങുന്നത്തുകാവ് അത്താണി സ്വദേശി എരനെല്ലൂർ വീട്ടിൽ സുബിൻ സുകുമാരൻ, മീണാലൂർ മാണിക്യത്ത് വീട്ടിൽ അനിരുദ്ധ് എന്നിവരാണ് പിടിയിലായത്. 2 വർഷം മുൻപ് ഒരു കേസിൽ പോലീസിന് അനിരുദ്ധിനെ കാണിച്ചു കൊടുത്തു എന്ന വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. മീണാലൂരിൽ വെച്ചാണ് ഇവർ നിലമ്പൂർ സ്വദേശിയായ മനോജിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മനോജ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതിയെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂരിക്കുഴി പഞ്ചമ്പള്ളി സ്വദേശി കുന്നുങ്ങൽ വീട്ടിൽ ഷാഫിയാണ് അറസ്റ്റിലായത്. ഒക്ടോബർ 3 രാത്രി കൂരിക്കുഴി പള്ളിക്ക് സമീപം വെച്ചാണ് കൂരിക്കുഴി 18 മുറി സ്വദേശി പുതിയ വീട്ടിൽ അബ്ദുൾ സലാമിനെ ഷാഫി ആക്രമിച്ചത്.
കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആർ ബിജു, സബ് ഇൻസ്പെക്ടർ ടി അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ മേഖലയിൽ കാട്ടുപന്നി ശല്യമേറുന്നു. നഗരത്തിൽ നിന്ന് വിളിപ്പാടകലെയുള്ള തൈക്കാട് മേഖലയിലും പന്നി ശല്യം രൂക്ഷമാണ്. കൃഷി നശിപ്പിക്കുന്നതിനോടൊപ്പം ജനവാസ മേഖലയിൽ പന്നികൾ ഇറങ്ങുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഇരിങ്ങപ്പുറം മദ്രസ റോഡിലിറങ്ങിയ കാട്ടുപന്നിയാണ് ദൃശ്യത്തിലുള്ളത്. ഗുരുവായൂരിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടുപൂച്ചയെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. കൈരളി ജംഗ്ഷനിൽ അരവിന്ദം അപ്പാർട്ട്മെന്റിൽ നാറാണത്ത് രമേശ് കുമാറിന്റെ ഫ്ളാറ്റിന്റെ വരാന്തയിലാണ് കാട്ടുപൂച്ചയെ കണ്ടത്. അരഭാഗം തളർന്ന് നടക്കാനാകാത്ത സ്ഥിതിയിലായിരുന്നു. വാഹനമിടിച്ചാണ് പരിക്കേറ്റതെന്ന് കരുതുന്നു. നാട്ടുപൂച്ചയാണെന്ന് കരുതി പരിസരവാസികൾ ഭക്ഷണം നൽകാൻ ശ്രമിക്കുമ്പോൾ ആക്രമണ സ്വഭാവം കാണിച്ചിരുന്നു. സംശയം തോന്നി വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എത്തി വല ഉപയോഗിച്ച് കാട്ടുപൂച്ചയെ പിടികൂടി. ചരിത്രപ്രസിദ്ധമായ കൊരട്ടി പള്ളി തിരുനാളിന് ബുധനാഴ്ച കൊടിയേറും. ഒക്ടോബർ 10, 11, 12 തീയതികളിലാണ് തിരുനാൾ. ബുധനാഴ്ച വൈകിട്ട് 4-ന് വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് കൊടിയേറ്റം നിർവഹിക്കും. ശനിയാഴ്ചയാണ് കൊരട്ടിമുത്തിയുടെ പ്രസിദ്ധ വഴിപാടായ പൂവൻകായയുടെ വെഞ്ചിരിപ്പ്. ഒക്ടോബർ 12-ന് മുത്തിയുടെ തിരുസ്വരൂപം പുറത്തെടുക്കുന്ന കൂട് തുറക്കൽ ചടങ്ങ് നടക്കും. അന്ന് വൈകിട്ട് 5 വരെ വിശ്വാസികൾക്ക് തിരുസ്വരൂപം തൊട്ടുവണങ്ങാൻ അവസരമുണ്ടാകും. 15 ലക്ഷം തീർത്ഥാടകരെയാണ് ഇക്കുറി തിരുനാളിന് പ്രതീക്ഷിക്കുന്നത്. പ്രധാന ട്രെയിനുകൾക്കും എല്ലാ KSRTC ബസ്സുകൾക്കും തിരുനാൾ ദിനങ്ങളിൽ കൊരട്ടിയിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. വികാരി ഫാദർ ജോൺസൺ കക്കാട്ട്, കൈക്കാരന്മാരായ ജൂലിയസ് വെളിയത്ത്, ജോമോൻ ജോസ്, ജിഷ മുള്ളൂക്കര, സുനിൽ ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അന്നമനട പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയിലും ഭരണകക്ഷിയായ CPM നടത്തുന്ന അഴിമതിയിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് ജനപ്രതിനിധികൾ ധർണ നടത്തി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് KK രവി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. KI ഇക്ബാൽ അധ്യക്ഷനായി. ടെസി ടൈറ്റസ്, ഡേവിസ് കുര്യൻ, UO ജോർജ്, CK ഷിജു എന്നിവർ സംസാരിച്ചു. സ്ഥാപനത്തിൽ വർക്കിംഗ് പാർട്ണർ സ്ഥാനം വാഗ്ദാനം ചെയ്ത് 22 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി കോട്ടംപറമ്പത്ത് വീട്ടിൽ മുഹമ്മദ് ജാബിറാണ് അറസ്റ്റിലായത്. തളിക്കുളം സ്വദേശി അറക്കൽ വീട്ടിൽ ഷറഫുദ്ദീനാണ് തട്ടിപ്പിനിരയായത്. സ്റ്റേഷൻ ഇൻസ്പെക്ടർ NB ഷൈജു, ജൂനിയർ SI സുബിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. യുവാവിനെ ആക്രമിച്ച് മൊബൈലും പണവും കവർന്ന പ്രതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് കോതകുളം ബീച്ച് സ്വദേശി തോന്നിപ്പറമ്പിൽ വീട്ടിൽ റിജിലാണ് അറസ്റ്റിലായത്. കോതകുളത്തെ വാണിജ്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് മർദ്ദനമേറ്റത്. മാളയിൽ അച്ഛനെ ദേഹോപദ്രവമേൽപ്പിക്കുന്നത് തടഞ്ഞ സഹോദരിയെ ആക്രമിച്ചയാൾ അറസ്റ്റിലായി. മാള വൈന്തല തൈക്കൂട്ടം സ്വദേശി ഇല്ലിക്കപ്പറമ്പിൽ ശ്രീഹരിയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം 30-ന് പുലർച്ചെയായിരുന്നു സംഭവം. ഒളിവിലായിരുന്ന ഇയാളെ വലിയ പറമ്പിലെ ലോഡ്ജിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ശ്രീഹരി വിവാഹം കഴിക്കാതെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്ന യുവതിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ ആവശ്യപ്പെട്ടതിലെ വൈരാഗ്യമാണ് ആക്രമണത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണം, മോഷണം, പൊതുശല്യം ഉൾപ്പെടെയുള്ള കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. SHO സജിൻ ശശി, SIമാരായ KT ബെന്നി, MS വിനോദ് കുമാർ, മുരുകേഷ് കടവത്ത്, CPO PK കിരൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കുന്നംകുളം ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളയ്ക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മാർ ബസേലിയോസ് LP സ്കൂൾ എന്നിവിടങ്ങളിലാണ് മേള നടക്കുക. 3579 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. കാട്ടക്കാമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും.
വീണ്ടും വാർത്തകളിലേക്ക്. തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ്, അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, സെക്രട്ടറി CS ബൈജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മാള പഞ്ചായത്ത് പണമടയ്ക്കാതെ ജനങ്ങളുടെ കുടിവെള്ളമില്ലാതാക്കിയെന്നാരോപിച്ച് ന്യൂനപക്ഷ മോർച്ച കുടങ്ങളുമായി സമരം നടത്തി. ന്യൂനപക്ഷ മോർച്ച സൗത്ത് ജില്ലാ പ്രസിഡന്റ് ജോയ് മാതിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ബ്ലസൻ മേനാച്ചേരി, PD സോയി, ദേവസിക്കുട്ടി, പ്രസ്റ്റോ സെൽവൻ എന്നിവർ സംസാരിച്ചു. രജിസ്ട്രേഡ് പോസ്റ്റ് സംവിധാനം നിർത്തുകയും സ്പീഡ് പോസ്റ്റ് സേവനത്തിനുള്ള നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്ത നടപടി തപാൽ ഇടപാടുകാരെ വലയ്ക്കുന്നു. തപാൽ സംബന്ധമായ ഒട്ടുമിക്ക സേവനങ്ങൾക്കും നിരക്ക് വർദ്ധിപ്പിച്ചു. സഹകരണ സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയെ ഈ നിരക്ക് വർധന ദോഷകരമായി ബാധിക്കും. പറയാനുള്ളത് കഴിഞ്ഞ മാസം 30-ാം തീയതി വരെയുള്ള തപാൽ ഉരുപ്പുകളിൽ അത് രജിസ്ട്രേഷൻ ആയാലും സ്പീഡ് പോസ്റ്റ് ആയാലും യഥാക്രമം 26 രൂപയും 41 രൂപയുമായി ഉണ്ടായിരുന്നത് ഈ ഒക്ടോബർ 1-ാം തീയതി മുതൽ രജിസ്ട്രേഷന് 66 രൂപയും സ്പീഡ് പോസ്റ്റിന് 55 രൂപയായും വൻ വർധനവ് 100-ൽ ഇരട്ടി 150 ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അശാസ്ത്രീയമാണ്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഇത്തരമൊരു വില വർധനവിന് കാരണമായിട്ടുള്ളത്. LDF പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി 2 ദിവസങ്ങളിലായി നടത്തിയ വികസന മുന്നേറ്റ കാൽനട ജാഥ അഗതിയൂർ സെന്ററിൽ സമാപിച്ചു. സമാപന സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം അഭിജിത്ത് അധ്യക്ഷത വഹിച്ചു. KA സുന്ദരമണി, CG രഘുനാഥ്, K രാമകൃഷ്ണൻ, KM നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മേലൂർ കല്ലുത്തി വെട്ടുകടവ് റോഡിലെ ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണ ശ്രമം. വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന മോഷ്ടാക്കൾ അകത്തെ അലമാരകളും പൊളിച്ച് പരിശോധിച്ച നിലയിലാണ്. ഉടമ മാളിയേക്കൽ അബ്രഹാം ലിൻഡോ ഓസ്ട്രേലിയയിലാണ്. 2 ആഴ്ച കൂടുമ്പോൾ ജോലിക്കാരെത്തിയാണ് വീടും പരിസരവും വൃത്തിയാക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ടാണ് മോഷണ ശ്രമം അറിഞ്ഞത്. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലത്ത് മൊബൈൽ ടവറിന് മുകളിൽ കയറി മധ്യവയസ്കന്റെ ആത്മഹത്യാ ഭീഷണി. മേത്തല സ്വദേശി രാജുവാണ് നാട്ടുകാരിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. രാജു മൊബൈൽ ടവറിന് മുകളിൽ കയറിയത് കണ്ട നാട്ടുകാർ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. തുടർന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T ഷാജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുനയ ശ്രമത്തിനൊടുവിൽ ഇയാൾ ടവറിൽ നിന്നും താഴെയിറങ്ങി. മതിലകത്ത് വീട്ടിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച 2 പ്രതികൾ പിടിയിൽ. മേത്തല അത്താണി സ്വദേശി ആശാരിപ്പറമ്പിൽ വീട്ടിൽ ശിവ, കോളിമുട്ടം സ്വദേശി പീത്തൻപുരയ്ക്കൽ വീട്ടിൽ സജിത്ത് എന്നിവരാണ് പിടിയിലായത്. കോളിമുട്ടം കോടൂർ സ്വദേശി കരിയോടത്ത് വീട്ടിൽ ബാബുവിന്റെ വീട്ടിൽ നിന്നാണ് ബൈക്ക് മോഷ്ടിച്ചത്. ഭാര്യയെയും ഭാര്യാപിതാവിനെയും മാതാവിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി ഞാറയ്ക്കൽ വീട്ടിൽ സുജിത്ത് അറസ്റ്റിൽ. കൊരട്ടി പൂലാനി സ്വദേശി മണ്ണഞ്ചേരി വീട്ടിൽ സുരേഷ്, ഭാര്യ ബിന്ദു, മകൾ പ്രിയ എന്നിവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. അറസ്റ്റിലായ സുജിത്ത് 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഗുരുവായൂർ നഗരസഭയിലെ LDF ഭരണത്തിനെതിരെ 40 കുറ്റാരോപണവുമായി കോൺഗ്രസ് മോചന യാത്ര വ്യാഴാഴ്ച ആരംഭിക്കും. മല്ലാട് സെൻട്രൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. 25 വർഷമായി തുടരുന്ന ഇടതുമുന്നണി ഭരണത്തിന്റെ കെടുകാര്യസ്ഥതകൾ ജാഥയിൽ തുറന്നുകാട്ടുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, ഉപനേതാവ് KPA റഷീദ്, അരവിന്ദൻ പല്ലത്ത്, R രവികുമാർ, OKR മണികണ്ഠൻ, ആൻഡോ തോമസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര കുമ്പാരത്തെരുവിൽ ഹൃദയപൂർവ്വം MLA എന്ന പരിപാടി സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വിജയപ്രസാദ് കൊടകര അധ്യക്ഷത വഹിച്ചു. കുമ്പാര സമുദായ സഭാ സംസ്ഥാന പ്രസിഡന്റ് വിജയൻ പാടൂക്കാട്, VM ആന്റണി, മിനി ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. അല്ലെങ്കിൽ അതിന്റെ പൈപ്പും അതിന്റെ സംവിധാനങ്ങളും ഒക്കെ ഇതുപോലെ പണം തൂർത്തടിക്കുന്ന ഒരു സ്ഥിതി ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ല. ഇതുപോലെ
ക്ഷേത്ര ചൈതന്യ വർധനവിനും ദേശാഭിവൃദ്ധിക്കും വേണ്ടി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ബുധനാഴ്ച അഷ്ടമംഗല പ്രശ്നം നടത്തുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. ആമയൂർ വേണുഗോപാല പണിക്കർ, കൂറ്റനാട് രാവുണ്ണി പണിക്കർ, വെങ്ങാശ്ശേരി മോഹനൻ പണിക്കർ, പാടൂർ പ്രമോദ് പണിക്കർ, മറ്റം ജയകൃഷ്ണ പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല പ്രശ്നം. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി, അഡ്മിനിസ്ട്രേറ്റർ രാധേഷ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ രാഘവൻ മുളങ്ങാടൻ, മുരളി ഹരിതം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിശുദ്ധ യൗപ്രാസിയുടെ 148-ാം ജന്മദിന തിരുനാൾ ഒക്ടോബർ 8 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ കാട്ടൂർ ജന്മഗൃഹത്തിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. 8-ന് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിക്കും. തിരുനാൾ ദിനമായ ഒക്ടോബർ 17-ന് ദിവ്യബലി, പ്രദക്ഷിണം എന്നിവയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോഷി പാലേക്കര, സിസ്റ്റർ ധന്യ, ലോനച്ചൻ ഒരുവത്ത്, സിസ്റ്റർ ഷീബ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുല്ലശ്ശേരി വേദ അക്കാദമിയുടെ നേതൃത്വത്തിൽ കരാട്ടെ പരിശീലന ക്യാമ്പ് നടത്തി. ജപ്പാനിൽ നിന്നുള്ള പരിശീലകൻ മസായ കൊഹാമ നേതൃത്വം നൽകി. റിട്ടയർഡ് ഡിവൈഎസ്പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷനായിരുന്നു. ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രേമാനന്ദ കൃഷ്ണൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. അന്തിക്കാട് ഹൈസ്കൂളിലെ 1990-10 C ഗ്രൂപ്പിന്റെ 4ാം വാർഷികവും MK ബേബി ടീച്ചറുടെ 80ാം പിറന്നാൾ ആഘോഷവും നടത്തി. മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. റജിൽ ചന്ദ്രൻ IAS, ജീവകാരുണ്യ പ്രവർത്തകൻ ഷൈജു സായിറാം, അധ്യാപിക VR ഷില്ലി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംവിധായകൻ സത്യൻ അന്തിക്കാട്, മുൻമന്ത്രി VS സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കൃഷ്ണകുമാർ, ജോസ് വള്ളൂർ, ജോഷി ഡി കൊള്ളന്നൂർ, സംഘാടക സമിതി ചെയർമാൻ അന്തിക്കാട് സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരെ ആരും അധികം മറക്കാറില്ല. കോളേജിൽ പഠിപ്പിച്ചവരൊക്കെ തോളി കയ്യിൽ നിന്ന് ഇറങ്ങും, കൂട്ടുകാരെ പോലെ ഇറങ്ങും. സ്കൂളിൽ പഠിപ്പിച്ച LP സ്കൂളിലായാലും UP സ്കൂളിലായാലും ഹൈസ്കൂൾ ഗുരുനാഥന്മാരെ ഈ സ്കൂളിലെ വലപ്പാട് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് എടത്തുരുത്തിയിൽ തുടക്കമായി. 8 പഞ്ചായത്തുകളിൽ നിന്ന് 3000-ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KV അമ്പിളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, സെന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ലിസ്ജോ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, ഒരു 5 വിഷയങ്ങൾ നിരവധി കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വാടാനപ്പള്ളി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB സുരേഷ് കുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KT സുജ തുടങ്ങിയവർ സംസാരിച്ചു. ചെയർമാൻ അഹമ്മദ് ഖാൻ, മുമ്പുണ്ടായിരുന്ന ഈ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ
ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തൃശൂർ ജില്ലാതല മത്സരങ്ങളിൽ പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച നേട്ടം. പ്രിൻസിപ്പൽ ഡോക്ടർ കെ.എ. ജോർജിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് അംഗങ്ങൾ ചേർന്ന് കിരീടം ഏറ്റുവാങ്ങി. മണ്ണമ്പേട്ടയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഭർത്തൃമാതാവും മരുമകളും മരിച്ചു. മണ്ണമ്പേട്ട തെക്കേക്കര പഴളിപ്പറമ്പിൽ ലീനയുടെ ഭർത്താവ് വിൽസന്റെ മാതാവായ മേരി എന്നിവരാണ് മരിച്ചത്. വെങ്കിടങ്ങ് പഞ്ചായത്ത് 11-ാം വാർഡിൽ കെട്ടുങ്ങൽ ഫേസ് കനാലിനോട് ചേർന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കടവൊരുങ്ങുന്നു. ഏനാമാവ് റെഗുലേറ്ററിന് സമീപമാണ് 10 ലക്ഷം രൂപ ചെലവിൽ കടവിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണിയുടെ ഇടപെടലിനെ തുടർന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. വീരോരിപ്പാടം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ മിൽമ ഷോപ്പി പ്രവർത്തനം ആരംഭിച്ചു. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ CN വത്സലൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. മേഖലാ യൂണിയൻ ഡയറക്ടർ NR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മിൽമ ഫെഡറേഷൻ ഭരണസമിതി അംഗം താര ഉണ്ണികൃഷ്ണൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഡയറി മാനേജർ വിൻസി, മാർക്കറ്റിംഗ് മാനേജർ പ്രവീണ, തെക്കുംകര പഞ്ചായത്ത് അംഗം ഷൈബി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ശരീരത്തിന് സംസ്ഥാന ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ മിഷനും ചേർന്ന് തിരുവല്ലോമലയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ അധ്യക്ഷനായിരുന്നു. തിരുവല്ലോമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ S നായർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിലെ KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഇടവകയിലെ 8 കുടുംബ കൂട്ടായ്മ യൂണിറ്റുകൾ പങ്കെടുത്തു. വികാരി ഫാദർ സിജോ കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. KCYM പ്രസിഡന്റ് ലോജിൻ പോൾ തട്ടിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി പ്രസിഡന്റ് സൈജു തട്ടിൽ നേതൃത്വം നൽകി. കേരള ബ്രാഹ്മണ സഭ ജില്ലാ വാർഷിക സമ്മേളനം ചേലക്കരയിൽ നടന്നു. കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി GK പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് S ശിവരാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി D മൂർത്തി, ട്രഷറർ KR ജയരാമൻ, CS നാരായണൻ, CJ നാരായണസ്വാമി തുടങ്ങിയവർ സംസാരിച്ചു. S ശിവരാമകൃഷ്ണനെ പ്രസിഡന്റായും D മൂർത്തിയെ സെക്രട്ടറിയായും വീണ്ടും തെരഞ്ഞെടുത്തു. പെരുവല്ലൂർ പരപ്പുഴ പാലത്തിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. MLAയുടെ വികസന നിധിയിൽ നിന്നും 4.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 3 ലൈറ്റുകൾ സ്ഥാപിച്ചത്. ചടങ്ങിൽ മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ദിനേശ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KP ആലി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ, ജനപ്രതിനിധികളായ ശില്പ ഷിജു, ശ്രീദേവി ജയരാജൻ, മിനി മോഹൻദാസ്, അനിത ഗിരിജകുമാർ, സുനീതി അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം പുറനാട്ടുകര ശാഖയുടെ ഓഫീസ് മന്ദിരം ഉദ്ഘാടനവും വാർഷിക പൊതുയോഗവും നടന്നു. താഴത്ത് രാമകൃഷ്ണൻ എഴുത്തച്ഛൻ ഉദ്ഘാടനം നിർവഹിച്ചു. എഴുത്തച്ഛൻ സമാജം പുറനാട്ടുകര ശാഖാ പ്രസിഡന്റ് VG ഹരീഷ് അധ്യക്ഷത വഹിച്ചു. TV വിനോദ്, PK രാമകൃഷ്ണൻ, ES വാസുദേവൻ, TR സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു. അരിമ്പൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഹരിദാസ് ബാബു, ഹോമിയോ ഡിസ്പെൻസറി ഡോക്ടർ VG മിനി, വാർഡംഗം ജെൻസൺ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു.
ജില്ലാ ഒപ്റ്റീഷ്യൻ അസോസിയേഷൻ അയ്യന്തോൾ കോസ്റ്റ് ഫോർഡിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. കന്നഡ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ രീതിയിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടറി കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എ ബേബി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഒപ്റ്റോമെട്രി അസോസിയേഷൻ ചെയർമാൻ അബ്ദുൾ മജീദ് ക്ലാസ് എടുത്തു. സംസ്ഥാന പ്രസിഡന്റ് പി ഷാജഹാൻ, ജില്ലാ സെക്രട്ടറി വി കെ രഞ്ജിത്ത്, സജീവൻ ആലപ്പുഴ, പി എ സിൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. അകമല കുഴിയോട് പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. വെള്ളാംകണ്ടത്തിൽ ഗോവിന്ദൻകുട്ടി, പാറയിൽ വിനോദ് എന്നിവരുടെ കൃഷിയിടങ്ങളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ഗോവിന്ദൻകുട്ടിയുടെ വീടിന് മുന്നിലെത്തിയ 5 ആനകൾ തെങ്ങുകൾ കൂട്ടത്തോടെ നശിപ്പിച്ചു. കഴിഞ്ഞ 2.5 വർഷമായി പ്രദേശത്ത് കാട്ടാനശല്യം നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കാട്ടാനശല്യം തടയാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,070 രൂപ, പവന് 88,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ചൊവ്വന്നൂരിലെ കൊലപാതകത്തിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രതി സണ്ണി സൈക്കോ കില്ലർ കൊലപാതകത്തിനു ശേഷം മൃതദേഹത്തോടൊപ്പം കിടന്നുറങ്ങി. ചാലക്കുടി പനമ്പിള്ളി ചൌക്കിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനിയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. കുറ്റിക്കാട് സ്വദേശി സച്ചിനാണ് മരിച്ചത്. വരാക്കര കാളക്കല്ലിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. മിണാലൂരിൽ യുവാവിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. നിലമ്പൂർ സ്വദേശിയായ മനോജിനെ ആക്രമിച്ച കേസിലാണ് നടപടി. മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതിയെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ മേഖലയിൽ കാട്ടുപന്നി ശല്യമേറുന്നു. ജനവാസ മേഖലയിൽ കാട്ടുപന്നികൾ ഇറങ്ങുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഭീതിയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണ